ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് നല്ലൊരു മത്തിക്കറിയാണ്. ഇപ്പോഴത്തെ താരം മത്തിക്കറിയാണല്ലോ. അപ്പോൾ നമുക്ക് ഈ മത്തിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് കപ്പയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പറാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നല്ല കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. കിലോയ്ക്ക് 400 രൂപ വിലയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മത്തിയാണ്. അതിനെ നമ്മൾ 2 കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ 3 കഷ്ണങ്ങളാക്കാം, അത്രയ്ക്ക് വലിപ്പം ഉണ്ടായിരുന്നു. ഞാൻ 2 കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചുവന്നുള്ളി കുറച്ച് അരിഞ്ഞത് വേണം, കുറച്ച് ഇഞ്ചി അരിഞ്ഞെടുത്തത്, വെളുത്തുള്ളി അരിഞ്ഞെടുത്തത്, 3-4 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ, എരിവിനാവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടി, കുറച്ച് ഉലുവ, ആവശ്യത്തിന് കറിവേപ്പില, കുറച്ച് കടുക്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നു. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊന്ന് നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചി ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ച വെളുത്തുള്ളികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചപ്പൊക്കെ ഒന്ന് മാറി അതൊന്ന് ഫ്രൈ ആയി വരണം. അത് കുറച്ചൊന്ന് ഫ്രൈ ആയാൽ മാത്രമാണ് നമുക്ക് കറിക്ക് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിൻ്റെ കളർ മാറി ഒരു ഗോൾഡൻ ബ്രൗണിലേക്ക് വരണം. ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ച ഉള്ളി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം. ഉള്ളിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം. അതുവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഉള്ളി ഇട്ടിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ടൊന്നും പോകരുത്. നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഉള്ളി ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഉള്ളിയുടെയും കൂടെ ഒരു പച്ചപ്പ് മാറി നന്നായിട്ട് വഴണ്ട് കിട്ടണം. അപ്പോൾ നല്ലതുപോലെ വഴണ്ടു. ഈ സമയം നമുക്ക് എടുത്തു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ച 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർ എരിവ് ഉള്ള മുളക് പൊടി കൂടുതൽ ചേർക്കണം. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കാരണം ഈ മുളക് പൊടിയുടെ പച്ചപ്പൊന്ന് മാറി വരണം. വേണമെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഓഫ് ചെയ്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കാരണം ചട്ടിക്ക് നല്ല ചൂടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച നമ്മുടെ കുടംപുളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒരു 4 കഷ്ണം കുടംപുളി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് തിളപ്പിച്ചെടുത്തതാണ്. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിങ്ക് ഉപ്പാണ് ചേർക്കുന്നത്. സാധാരണ ഉപ്പിനേക്കാളും പിങ്ക് ഉപ്പാണ് എപ്പോഴും നല്ലത്. ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ചാറൊന്ന് കുറുകി വരണം. ആ ഒരു പരുവത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നന്നായിട്ടൊന്നുകൂടെ ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ല തിളച്ച് വരട്ടെ. ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നു.
ഈ സമയം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മളുടെ മത്തി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മത്തിയെല്ലാം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി ആ മത്തിയെല്ലാം നമ്മുടെ ചാറിലേക്ക് മുങ്ങിക്കിടക്കണം. അതുപോലെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു അടപ്പൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ മത്തിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മളൊരു 2 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി അടപ്പടച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ കുറുകി വരും, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഉണക്ക കപ്പയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അരപ്പുണ്ടാക്കുകയാണ്. പച്ചമുളക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു, ഉള്ളി ഇട്ട് കൊടുത്തു, വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, തേങ്ങ കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് റെഡിയായിട്ടുണ്ട്. അരപ്പ് നമ്മൾ കപ്പയിലേക്ക് ഇട്ട് കൊടുത്തു. നേരത്തെ വേവിച്ച് വെച്ച കപ്പയാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു. കറിവേപ്പില കൂടെ കുറച്ചിട്ട് കൊടുത്തു. ഇനി ഒരു അടപ്പ് കൊണ്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. അടപ്പ് കൊണ്ട് അടച്ച് വെച്ച് കൊടുത്ത് നല്ലൊരു ആവി കയറട്ടെ. അപ്പോൾ നന്നായിട്ട് ആവി കയറി നമ്മുടെ അരപ്പൊക്കെ വെന്തിട്ടുണ്ട്. നല്ലതുപോലെ ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് കുത്തി കുഴച്ച് ഉടച്ച് നമുക്ക് കപ്പ എടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത കപ്പയാണ്. പച്ചക്കപ്പ പോലെ തന്നെ ഇരിക്കും. അത്ര നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ റെഡിയായിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ശരിക്കും പച്ചക്കപ്പ പോലെ തന്നെ ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ മീൻകറി കൂടെ നമുക്കെടുത്ത് മാറ്റാം. ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. സൂപ്പറായിട്ടുള്ള മീൻകറിയാണ്. ചോറുണ്ണാൻ അടിപൊളിയാണിത്. അതുപോലെ കപ്പയുടെ കൂടെ സൂപ്പറാണ്. നമ്മുടെ കപ്പയുടെ മുകളിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് കുറച്ചെടുത്ത് കഴിക്കാം. അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സമയത്ത് മത്തി കിട്ടുന്ന സമയമാണ്. ഈ സമയത്ത് മത്തി കിട്ടുമ്പോൾ ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കണം. ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.